കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന സർക്കാർ പേരുമാറ്റി അവതരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. കേന്ദ്ര സർക്കാരിന്റെ സ്വസ്ഥ നാരി ശാശക്ത് പരിവാർ അഭിയാൻ സംസ്ഥാന സർക്കാർ പേരുമാറ്റി നടപ്പാക്കി. കാസർഗോഡ് ചെറുവത്തൂരിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം എന്ന പേരിൽ. പ്രധാനമന്ത്രിയുടെ ചിത്രം മാറ്റി ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രം അച്ചടിച്ച നോട്ടീസ് വിതരണം ചെയ്തുവെന്നും വിമർശനം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ കീഴിൽ ഒരു പുതിയ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വസ്ഥ നാരി ശാശക് പരിവാർ എന്നാണ് ആ പരിപാടിയുടെ പേര്. ഇത് ഇന്ത്യ ആകമാനം നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി, കേന്ദ്രാവിഷ്കൃതമായ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിലൂടെയാണ് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 17 വരെ തൊട്ട് ഒക്ടോബർ 2 വരെയാണ്. അത് കേരള ഗവൺമെൻറ് കുറേ കൂടി ദൈർഘ്യമായി നീട്ടിയിട്ട് അതിന് മറ്റൊരു പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇത് പരിപൂർണമായ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൂടെ നടപ്പിലാക്കുന്നു, അത്രയേ ഉള്ളൂ. അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം. എന്താണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? അരുൺ പാറയ്ക്കൽ. റിജിത്ത്, ഇന്ന് രാവിലെ 10:30 ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഈ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമുണ്ടായത്. അത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്വസ്ഥ നാരി ശാശക്ത് പരിവാർ അഭിയാൻ എന്നാണ് ഈ പദ്ധതിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പേര്. സെപ്റ്റംബർ 17 മുതൽ 2025 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ പൂർണ്ണ ആരോഗ്യ സംരക്ഷണം, സ്ത്രീ സംരക്ഷണത്തിലൂടെ സമൂഹ സംരക്ഷണം എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു ആപ്തവാക്യം തന്നെ. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ MP-മാർക്കും അതിൻ്റെ ലിസ്റ്റ് നൽകിയിരുന്നു. പക്ഷേ ഒടുവിൽ ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യെ തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കി. അതിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു പരിപാടിക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പേര് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി സ്ത്രീ ക്യാമ്പയിൻ എന്നുള്ളതാണ്. അത് 2025 സെപ്റ്റംബർ 16 മുതൽ 2026 മാർച്ച് 8 വരെയാണ് ഈ പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ MP ആരോപിക്കുന്നത് അതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. രാജ്യത്തുടനീളം പല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെതാക്കി മാറ്റുന്നു. മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും മാത്രം പടം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നു. അത് ശരിയല്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ ആരോപണം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ അത് സംസ്ഥാന സർക്കാരിലൂടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നതെന്നും MP പറയുന്നുണ്ട്. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.